എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. പച്ചപ്പട്ടാണി താളിച്ചത് അഥവാ പച്ചപ്പട്ടാണി ചുണ്ടൽ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചപ്പട്ടാണി ഞാനൊരു കുക്കറിലേക്ക് ചേർത്തിട്ട് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കല്ലുപ്പും ചേർത്തതിന് ശേഷം 4 മുതൽ 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. സ്റ്റീം പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കി പച്ചപ്പട്ടാണി പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോകരുത് കേട്ടോ. ഇതാണ് പാകത്തിനുള്ള വേവ്. ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതിയാവും. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, സവാള എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചപ്പട്ടാണി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ അതിലത്തെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. ഇപ്പോൾ പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പെരുങ്കായപ്പൊടിയും ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അവസാനമായിട്ട് ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും ചേർത്ത് കഴിഞ്ഞാൽ പട്ടാണി ചുണ്ടൽ റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.